ശരി, അപ്പം നമ്മൾ ഇന്ന് യൂണിറ്റ് 3 സ്റ്റാർട്ട് ചെയ്യാണ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ് എന്തായിരുന്നു? സ്കൂൾ മാനേജ്മെൻറ്റ്. ദെൻ യൂണിറ്റ് 2 മാനേജ്മെൻറ്റ് അപ്രോച്ചസ്. ഇനി നെക്സ്റ്റ് യൂണിറ്റ് വരുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആണ്. ഇതിലൊരു മെയിൻ ടോപ്പിക് എന്ന് പറയുന്നത് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. സോ അതിൻ്റെ മീനിങ്സ്, ഡെഫിനിഷൻസ്, ഓക്കെ, ആൻഡ് ദെൻ nature of educational administration, scope of എന്തിട്ടാ ഓക്കെ, scope of educational administration, then type of administration വരുന്നുണ്ട്, ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. മാനേജ്മെന്റും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു റിലേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിമിലാരിറ്റീസും അതേപോലെ തന്നെ ഡിഫറൻസ് ഒക്കെയാണ് അടുത്തായിട്ട് വരുന്നത്. അതിനുശേഷം പിന്നെ കുറച്ച് തിയറീസ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്, തിയറീസ് ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ. ഇത്ര ടോപ്പിക്സ് ആണ് ഈ ഒരു പോർഷന്, ഈ ഒരു യൂണിറ്റിൽ കവർ ചെയ്യാനുള്ളത്. ഓക്കെ, ഇതിൽ തന്നെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ, ആക്ച്വലി ഇവിടെ ഈ ഒരു അഡ്മിനിസ്ട്രേഷൻ പഠിക്കുന്ന സമയത്ത് നമുക്കൊരു കൺഫ്യൂഷൻ വരുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ സെയിം ഇതിൽ പറഞ്ഞ സെയിം അല്ലെങ്കിൽ പല കാര്യങ്ങളും എന്താണ്, അത് മാനേജ്മെന്റിനും ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇപ്പം നമ്മൾ മാനേജ്മെന്റ് എടുത്ത സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ 3 ലെവൽസ് ഉണ്ടാവും അല്ലേ. ടോപ്പ് ലെവൽ എന്ന് പറഞ്ഞിട്ടൊരു ലെവൽ ഉണ്ടാവും, മിഡിൽ ലെവൽ ഉണ്ടാവും, ലോവർ ലെവൽ ഉണ്ടാവും. പക്ഷെ ഇവിടെ മാനേജ്മെന്റ് ഇതിൽ ഏത് ലെവൽസാ മാനേജ്മെന്റ് വരുന്നത്? എനിവൺ? ടോപ്പ്, മിഡിൽ, ലോവർ? മിഡിൽ ആൻഡ് ലോവർ ലെവൽ അല്ലേ മാനേജ്മെന്റിൽ വരുന്നത്? നമ്മളിപ്പോൾ ഒരു ഓർഗനൈസേഷൻ എടുത്ത് നോക്കിയാൽ അതിനെ നമ്മൾ 3 ലെവൽസ് ആക്കി കഴിഞ്ഞാൽ ഏറ്റവും ടോപ്പ് ലെവലിലാണ് അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. അതിലെ മിഡിൽ ആൻഡ് ലോവർ ഇതിലാണ് മാനേജ്മെന്റ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോൾ ഒരു അഡ്മിനിസ്ട്രേഷൻ അതിൻ്റെ ഒരു ഡെഫിനിഷൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് തോന്നും ഇത് തന്നെയല്ലേ മാനേജ്മെന്റിലും പറയുന്നതെന്ന് തോന്നും. കാരണം എന്താണ്, ഈ മാനേജ്മെന്റ് ആക്ച്വലി പാർട്ട് ഓഫ് അഡ്മിനിസ്ട്രേഷൻ. അഡ്മിനിസ്ട്രേഷൻ ഏറ്റവും ടോപ്പാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ ഈ മിഡിൽ ലെവലും ലോവസ്റ്റ് ലെവലും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് അഡ്മിനിസ്ട്രേഷനിൽ വരുന്നത്. അപ്പോൾ മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അഡ്മിനിസ്ട്രേഷൻ്റെ ഒരു പാർട്ടാണ്. ഓക്കെ, സോ ഇനി അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ടേം അഡ്മിനിസ്ട്രേഷൻ ഡസ് നോട്ട് റെഫർ ടു എനി സിംഗിൾ പ്രോസസ് ഓർ ആക്ട്. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ കാണുന്നില്ലേ? ഓ ഓക്കെ, അത് സ്ക്രീൻ ഷെയറിംഗ് ഓഫ് ആയി തോന്നും. ഓക്കെ, ഇപ്പൊ വിസിബിൾ അല്ലേ? ഓക്കെ ഓക്കെ, ശരി. ഓക്കെ, അപ്പൊ ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അതിലൊരു സിംഗിൾ പ്രോസസ്സ് അല്ല വരുന്നത്, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആക്ട് അല്ല വരുന്നത് അല്ലേ. അതിന് ഇറ്റ്സ് ലൈക്ക് എ ബ്രോഡ് അംബ്രല്ല എന്ന് പറയുന്നുണ്ട്. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു കവറിങ് ആണ്. ആ ഒരു ടോപ്പ് ലെവൽ തൊട്ട് ലോവസ്റ്റ് ലെവൽ വരെ അതിൻ്റെ ഒരു കവറിങ് വരുന്നുണ്ട്. അതുകൊണ്ടാണ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോസസ്സ് അല്ല എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മാനേജ്മെന്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം മാനേജ്മെന്റ് എന്താണ്, അതൊരു പ്രോസസ് ഓഫ് പ്ലാനിങ് ആണ്, ഓർഗനൈസിങ് ആണ്, ഡയറക്റ്റിംഗ്, കോർഡിനേഷൻ, കൺട്രോളിങ്, ഇവാലുവേഷൻ അല്ലേ. ഇതെല്ലാം വരുന്നുണ്ട്. ഇതെല്ലാം എന്തിലും വരുന്നുണ്ട്? അഡ്മിനിസ്ട്രേഷനിലും വരുന്നുണ്ട്. കാരണം മാനേജ്മെന്റ് എന്ന് പറയുന്നത് അഡ്മിനിസ്ട്രേഷന്റെ ഒരു പാർട്ടാണ്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എടുത്താലോ? ഇവിടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം വരുമ്പോൾ ഇപ്പൊ നമ്മളൊരു എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുക്കുക. ആ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിലെ അവർ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഗ്രാം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റി ഉണ്ടാവും. അതിൻ്റെ ഒരു മെയിൻ പർപ്പസ് ഉണ്ടാവും. അത് അവരെന്താണ് എഫക്റ്റീവായിട്ട് അത് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഹ്യൂമൻ റിസോഴ്സിനെയും അതേപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സിനെയൊക്കെ പ്രോപ്പറായിട്ട് ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ തന്നെ നമുക്ക്
എല്ലാ ഓർഗനൈസേഷനിലോട്ടും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പക്ഷെ അവിടെ എന്താണ്, അവിടെ ഒരു ഫിക്സഡ് ഒരു ഗോൾ ഉണ്ടായിരിക്കണം അല്ലെ, അല്ലെങ്കിൽ ഒരു സർട്ടൻ പർപ്പസ് അവിടെ ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഓർഗനൈസേഷനിലൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ ആ ഒരു പ്രോസസ്സ് ഫോളോ ചെയ്യുന്നത്. Then the totality of the process which aim to achieve the purpose or goal of the educational organization is called educational administration. കുറച്ച് ഷോർട്ട് ആയിട്ടുള്ള കേട്ടോ. അതായത് ഇവിടെ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ ഉദ്ദേശിക്കുന്നത് എന്തൊക്കെയായിരിക്കും? എന്തൊക്കെയാ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ജിൻഷ, പ്ലാനിങ്, കോർഡിനേറ്റിംഗ് അങ്ങനത്തെ കാര്യങ്ങളാണോ കൺട്രോൾ ചെയ്യുക? റഹാന, അത് ആക്ച്വലി ഇതിന്റെ ഫങ്ഷൻസ് ഇതിൽ വരുന്നത്. ഇവിടെ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ എന്താണ്? നമ്മുടെ സ്കൂൾസ്, കോളേജ്, യൂണിവേഴ്സിറ്റി, ഇതൊക്കെയല്ലേ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അല്ലേ മാം? യെസ്, അതെ. സോ ദ ടോട്ടാലിറ്റി ഓഫ് ദ പ്രോസസ്, ഇവിടെ ടോട്ടാലിറ്റി ഓഫ് ദ പ്രോസസ് എന്നുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷൻ എടുത്തു കഴിഞ്ഞാൽ എന്താണ്, അവിടെ ഒരു ഹെഡ് ഉണ്ടാവും അല്ലേ? ആ ഹെഡായിരിക്കും അവിടുത്തെ പ്രോഗ്രാംസ്, ആക്ടിവിറ്റീസ് ഇതെല്ലാം കെയർഫുള്ളി പ്ലാൻ ചെയ്യുന്നത്. ആ ഒരു ഓർഗനൈസേഷനിലെ എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷന്റെ ഒരു ഹെഡായിരിക്കും. അപ്പൊ അതേപോലെ തന്നെ ഇവിടെ ഈ ജസ്റ്റ് ഇത് പ്ലാൻ ചെയ്യുക, അത് ഓർഗനൈസ് ചെയ്യാന്ന് മാത്രമല്ല, അവർക്ക് എന്താണ് കൃത്യമായിട്ട് നമ്മുടെ അവിടെ വരുന്ന ഹ്യൂമൻ റിസോഴ്സിന്റെ ഒരു കോപ്പറേഷൻ കൂടി വരണം. അതായത് ടീച്ചേഴ്സ്, പാരന്റ്സ്, സ്റ്റുഡൻസ് ഇവരുടെ എല്ലാവരുടെയും കോപ്പറേഷനോട് കൂടിയിട്ട് ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്യുക, അല്ലെങ്കിൽ അത് കണ്ടക്ട് ചെയ്യുക അല്ലെ. അതിന്റെ കൂടെ തന്നെ എന്താണ്, മോട്ടിവേറ്റ് ചെയ്യുക, കോർഡിനേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ അവരുടെ പെർഫോമൻസ് അല്ലെങ്കിൽ പ്രോഗ്രസ് ഇതിനൊക്കെ ഇവാലുവേറ്റ് ചെയ്യുക. അത്യാവശ്യമെങ്കിൽ അവിടെ എന്താണ് മോഡിഫിക്കേഷൻ വരുത്തുക അല്ലെ. ഇപ്പോൾ ഒരു ഫീഡ്ബാക്ക് പ്രൊവൈഡ് ചെയ്യുക, അതിന്റെ കൂടെ തന്നെ ബ്രിങ് മോഡിഫിക്കേഷൻ ഇഫ് റിക്വയർഡ്. ഇതാണ് ആ ഒരു ടോട്ടൽ പ്രോസസ്സ് വരുന്നത് ഇതിൽ. ഓക്കെ, അപ്പൊ ഈ ഒരു ടോട്ടൽ പ്രോസസ്സ് അല്ലെ, അത് എന്താണ് ഒരു എഡ്യൂക്കേഷണൽ ഓർഗനൈസേഷന്റെ ഗോൾസിനെ അല്ലെങ്കിൽ ആ ഒരു എന്താ പറയാ പർപ്പസ് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കണ്ടക്ട് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയൊക്കെയാണ് നമ്മൾ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ രണ്ട് ഡെഫിനിഷൻ കൊടുത്തിട്ടുണ്ട്. Education administration provides appropriate education to appropriate students by appropriate teachers, by which can be able to become the best by using available maximum resources. ഇവിടെ നമ്മൾ ഇപ്പോൾ സെയിം നമ്മൾ റിപ്പീറ്റ് ചെയ്ത കാര്യം തന്നെയാണ്. ഇപ്പോൾ സെക്കൻഡ് ഡെഫിനിഷൻ ആണെങ്കിൽ എന്താണ്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് ഇനാബിൾ ദ റൈറ്റ് പീപ്പിൾ ടു റിസീവ് ദ റൈറ്റ് എഡ്യൂക്കേഷൻ ഫ്രം ദ റൈറ്റ് ടീച്ചേഴ്സ് അറ്റ് എ കോസ്റ്റ് വിത്തിൻ ദ മീൻസ് ഓഫ് ദ സ്റ്റേറ്റ് അണ്ടർ കണ്ടീഷൻസ് വിച്ച് വിൽ ഇനാബിൾ ദ പീപ്പിൾസ് ബെസ്റ്റ് ഫോർ പ്രോഫിറ്റ് ബൈ ദെയർ ട്രെയിനിങ് അല്ലേ. ഇവിടെ മെയിൻ ആയിട്ടും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പും മിഡിലും ലോവസ്റ്റും എല്ലാ ലെവൽസും കൂടി ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ്, ഇവര് ഈ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ പ്രൊവൈഡ് ചെയ്യപ്പെടണം എന്ത്, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ഒരു എഡ്യൂക്കേഷൻ, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ. ഇവിടെ ഗുഡ് എഡ്യൂക്കേഷൻ എന്നല്ല, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ആണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യപ്പെടേണ്ടത്. ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, അതേപോലെ തന്നെ എന്താണ്, അത് സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റുഡൻസിന് ബൈ പ്രോപ്പർ ടീച്ചേഴ്സ്. ഓക്കെ, എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ആ ഒരു ഒബ്ജക്റ്റീവ്സ് അത് ബെസ്റ്റ്, അല്ലെങ്കിൽ അത് നമുക്ക് എന്താ പറയാ, അത് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആ മാക്സിമം റിസോഴ്സസ് നമ്മൾ യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മൾ യൂട്ടിലൈസ് ചെയ്തിട്ട് നമ്മൾ സെറ്റ് ചെയ്ത ഗോൾ എന്താണോ അത് നമുക്ക് അച്ചീവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നമ്മൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ ആയിരിക്കണം. അത് പ്രോപ്പർ സ്റ്റുഡൻസിനും അതേപോലെ തന്നെ എന്താണ് ബൈ പ്രോപ്പർ ടീച്ചേഴ്സ് ആയിരിക്കണം. സെക്കൻഡ് ഡെഫിനിഷനിലും അത് തന്നെയാണ് പറയുന്നത്, റൈറ്റ് എഡ്യൂക്കേഷൻ ഫ്രം റൈറ്റ് ടീച്ചേഴ്സ്.
Okay, the next topic, nature of educational administration. Educational administration doesn't refer to any single process, rather different process or aspect constitute administration. These are planning, organizing, directing, coordinating and evaluations. അതായത് ഇവിടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കാലം വരുമ്പോൾ എന്താണ്, അതൊരു സിംഗിൾ പ്രോസസ് അല്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇവിടെ ഒരു സിംഗിൾ പ്രോസസ് അല്ലെങ്കിൽ ഒരു സിംഗിൾ ആക്ട് അല്ല, ഇതിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്. അത് പ്ലാനിങ് ആവാം, ഓർഗനൈസ് ചെയ്യുന്നതാവാം, കോർഡിനേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഇവാലുവേഷൻ അല്ലെ ഇവാലുവേറ്റ് ചെയ്യുന്നതായിരിക്കാം. ഇങ്ങനെ ഒരുപാട് പ്രോസസ്സ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഒരു സിംഗിൾ പ്രോസസ് അല്ല, അല്ലെങ്കിൽ ഒരു സിംഗിൾ ആക്ട് അല്ല. So then education administration is a non-profit making task. Education administration ഒരു non-profit making task അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് അല്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഇപ്പൊ നമ്മൾ മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ അത് ആക്ച്വലി ഒരു പ്രോഫിറ്റ് മേക്കിംഗ് ആയിരുന്നില്ലേ? ഒരു ബിസിനസിന്റെ കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒക്കെ അവിടെ പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. പക്ഷെ ഇവിടെ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ അതൊരു പ്രോഫിറ്റ് മേക്കിംഗ് അല്ല എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും? ഇവിടുത്തെ പ്രൈമറി ഗോൾ എന്താണ്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ പ്രൈമറി ഗോൾ എന്താണ്? എഡ്യൂക്കേഷൻ അല്ലേ? പ്രോഫിറ്റ് വരില്ല മാം, എഡ്യൂക്കേഷനിലൂടെയും പ്രോഫിറ്റ് കിട്ടുന്നില്ലേ? കിട്ടുന്നുണ്ട്. പക്ഷെ ഇവിടെ ബേസിക്കലി അത് എന്താണ്, ഒരു നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് ആണ്. ഇപ്പൊ നമ്മളിപ്പോ ഒരു ബിസിനസ് ഒക്കെയാണ് നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്ന എന്തിനായിരിക്കും? പ്രോഫിറ്റിനായിരിക്കും അല്ലേ? അല്ലെങ്കിൽ ആ ഒരു ഔട്ട്പുട്ട് ആയിരിക്കും നമ്മൾ മെയിൻ ആയിട്ടും കൊടുക്കുന്നത്. പക്ഷെ എഡ്യൂക്കേഷന്റെ കാര്യത്തിൽ വരുമ്പോൾ, അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു നേച്ചർ എന്ന് പറയുമ്പോൾ അത് നോൺ പ്രോഫിറ്റ് മേക്കിംഗ് ടാസ്ക് ആണ്. കാരണം ഇവിടുത്തെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഇവിടെ നമ്മള് ഡെഫിനിഷൻ ഒക്കെ പറഞ്ഞ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ മെയിൻ ആയിട്ട് എന്താണ്, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഒക്കെ എല്ലാം യൂസ് ചെയ്തിട്ട് അവിടെ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ആണ്. ഒരു ഗുഡ് എഡ്യൂക്കേഷൻ എന്ന് കൂടി പറയുന്നില്ല, ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ ടു അപ്രോപ്രിയേറ്റ് സ്റ്റുഡൻസ് ബൈ അപ്രോപ്രിയേറ്റ് ടീച്ചേഴ്സ് എന്നാണ് നമ്മൾ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ഒരു പ്രൈമറി ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, നമുക്കിത് പ്രോഫിറ്റ് ഓറിയന്റഡ് അല്ല എന്ന് ഒട്ടും പറയാൻ പറ്റില്ല. ഇവിടെ പ്രോഫിറ്റ് ഓറിയന്റഡ് ആണ് അല്ലേ, പാർട്ട് ഓഫ് ഇറ്റ്. പക്ഷെ ഒരു കോർ ഒബ്ജക്റ്റീവ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ സ്റ്റുഡൻസിന്റെ സക്സസ്, അതേപോലെ തന്നെ നോളജ്, നമ്മുടെ സൊസൈറ്റിന്റെ ഡെവലപ്മെന്റ്, ഇതെല്ലാമാണ് ഇവിടെ എയിം ചെയ്യുന്നത്. പിന്നെ ഇതൊരു പബ്ലിക് സർവീസും കൂടിയല്ലേ. നമ്മൾ സ്കൂൾസ് ആയിക്കോട്ടെ, കോളേജസ്, യൂണിവേഴ്സിറ്റീസ് എന്നൊക്കെ പറയുമ്പോൾ അത് മെയിൻ ആയിട്ടും ഇപ്പൊ എക്സ്പെഷ്യലി ഗവൺമെന്റ് റൺ ചെയ്യുന്നൊക്കെ ആണെന്നുണ്ടെങ്കിലും അത് ആക്ച്വലി ഒരു പബ്ലിക് സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അല്ലെ, ഒരു പബ്ലിക് സർവീസ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇപ്പൊ ക്ലിയർ ആയോ? Okay, so the next point, educational administration is primarily a social enterprise as it is more concerned with human resource than with material resource. എന്തുകൊണ്ടായിരിക്കും ഇതിൽ മെയിൻ ആയിട്ടും ഹ്യൂമൻ റിസോഴ്സ് ആണ്, ഒരു മെറ്റീരിയൽ റിസോഴ്സിനെക്കാട്ടിൽ ഇമ്പോർട്ടൻസ് ഇവിടെ, അല്ലെങ്കിൽ അത് എന്താ പറയുക കൺസിഡർ ചെയ്യുന്ന ഹ്യൂമൻ റിസോഴ്സ് ആണെന്ന് പറയുന്നത് എന്തുകൊണ്ടായിരിക്കും? ഇവിടെ സ്റ്റുഡൻസിന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന അവിടെ കൊടുക്കുന്നവരെല്ലാം ടീച്ചേഴ്സ് എല്ലാം ഹ്യൂമൻ റിസോഴ്സസ് ആണ്. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ഇവിടെ ഹ്യൂമൻ സെൻട്രിക് ആണല്ലേ ഇവിടുത്തെ ഫോക്കസ് വരുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു പ്രൈമറി റിസോഴ്സ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, അവിടുത്തെ സ്റ്റുഡൻസും ടീച്ചേഴ്സും ആ ഒരു കമ്മ്യൂണിറ്റിയും അഡ്മിനിസ്ട്രേഷൻ ഇതെല്ലാമാണ് വരുന്നത്.
അതേപോലെ തന്നെ ഇവിടുത്തെ ഒരു സക്സസ് മെഷർ ചെയ്യുന്നത് തന്നെ എങ്ങനെയാണ്, ആ ലേണിംഗ് ഔട്ട്കം വെച്ചിട്ട്, ടീച്ചേഴ്സിന്റെ പെർഫോമൻസ് വെച്ചിട്ട്, അതേപോലെ തന്നെ സ്റ്റുഡൻസിന്റെ ഗ്രോത്ത് അല്ലെ, അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ആ ഒരു പ്രോഗ്രസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പ്രോഗ്രസ്, അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ പെർഫോമൻസ്, അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഒരു ലേണിംഗ് ഔട്ട്കം, ഇതെല്ലാം വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻ ആയിട്ടും ഇമ്പോർട്ടൻസ് എന്തിനാണ്, ഹ്യൂമൻ റിസോഴ്സിനാണ്. Okay, next point. Educational administration is more an art than science. എന്തുകൊണ്ടായിരിക്കും? നമ്മൾ ആക്ച്വലി ഇപ്പൊ മാനേജ്മെന്റ് ഒക്കെ പറഞ്ഞ ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ, മാനേജ്മെന്റ് എന്ന് പറയുന്നത് ബോത്ത് ആർട്ട് ആൻഡ് സയൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം പറയുമ്പോൾ എന്താണ്, ഇറ്റ്സ് മോർ ആൻ ആർട്ട് ദാൻ സയൻസ് എന്നാണ് പറയുന്നത്. പ്രാക്ടിക്കലും തിയററ്റിക്കലും അങ്ങനെയാണോ? ആർട്ട് സ്കിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. നമ്മള് മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പ്രാക്ടിക്കൽ തിയററ്റിക്കൽ എന്നൊക്കെ പറയാം, ഓക്കെയാണ്. പക്ഷെ ഇവിടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വരുമ്പോൾ ഇവിടെ എന്താണ്, ഇവിടെ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുക്കുന്നത് ആർട്ടിനാണ്. ഹ്യൂമൻ ബീങ്സ് എല്ലാരും ഒത്തൊരുമിച്ച് ഒരേപോലെ കൊണ്ടുപോകാനായിട്ട്, കാരണം ഡിഫറെന്റ് പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരായിരിക്കും. സോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ റൺ ചെയ്യാൻ വേണ്ടി ഇവരെല്ലാരും ഒരേപോലെ ഒരു ഗുഡ് റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഓക്കെ. ഇവിടെ ആക്ച്വലി നമുക്ക് ക്രിയേറ്റിവിറ്റി വേണം അല്ലേ, ഒരു ലീഡർഷിപ്പ് വേണം, ക്രിയേറ്റിവിറ്റി വേണം. ഇതൊക്കെ പാർട്ട് ഓഫ് ആർട്ട് അല്ലേ ശരിക്കും വരുന്നത്. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യണം അല്ലെ, അവിടെയും ക്രിയേറ്റിവിറ്റി അല്ലേ വർക്ക് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ എത്തിക്സ് നമ്മൾ കീപ്പ് ചെയ്യണം, ഒരു റിലേഷൻഷിപ്പ് അവിടെ വേണം. അതായത് സ്റ്റുഡൻസും ടീച്ചേഴ്സും പാരന്റ്സും ഒക്കെ തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് വേണം. ഇപ്പോൾ ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, അവിടെ ഒരു എമ്പതി അവിടെ വർക്ക് ചെയ്യണം അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ വേണം, ഒരു മോട്ടിവേഷണൽ സ്കിൽ അവിടെ ഡെവലപ്പ് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഇതിൽ എന്താ പറയുക എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഭാഗമായിട്ട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇതെന്താണ് ഒരു ആർട്ടാണെന്ന് പറയില്ലേ, ഒരു സയൻസിനെക്കാട്ടിലും ഇത് ആർട്ടായിട്ടാണ് കാണുന്നത്. അതിന് മെയിൻ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് നമുക്കൊരു പ്രോബ്ലംസ് വരുമ്പോൾ തന്നെ അത് സോൾവ് ചെയ്യുന്നത്, അതിനവിടെ നമുക്കൊരു ക്രിയേറ്റിവിറ്റി നമുക്ക് വേണം. അതുകൊണ്ടാണ് മെയിൻ ആയിട്ട് ഇവിടെ ആർട്ട് എന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ഒരു ഹ്യൂമൻ റിലേഷൻഷിപ്പ് ആണ് അല്ലെ, അപ്പൊ അവിടെ ഒരു എമ്പതി വർക്ക് ചെയ്യണം. അതുകൊണ്ടൊക്കെയാണ് ഇത് ആർട്ട് എന്ന് പറയുന്നത്. Okay, education administration is similar to general administration in many ways, but it is also dissimilar to general administration in many more ways. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയുന്നത്? ഇപ്പൊ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് ജനറൽ അഡ്മിനിസ്ട്രേഷനായിട്ട് സിമിലർ ആണ്, പക്ഷേ എന്നാൽ ഒരുപാട് ഡിസിമിലാരിറ്റീസും ഉണ്ട്. എന്തായിരിക്കും ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനും അല്ലെങ്കിൽ ഒരു ജനറൽ അഡ്മിനിസ്ട്രേഷനും തമ്മിലൊരു ഡിഫറൻസ്? എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ, അതിന് ഡെവലപ്മെന്റ്, ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതിനൊക്കെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. അതെ, ഇപ്പൊ ഇവിടെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കാര്യം വരുമ്പോ ഇപ്പൊ സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ. ജനറൽ അഡ്മിനിസ്ട്രേഷൻ എടുത്താലും രണ്ടും തമ്മിൽ ഒരുപാട് സിമിലാരിറ്റീസ് വരുന്നത്. കാരണം രണ്ടിലും എന്താണ് പ്ലാനിങ് ഉണ്ട് അല്ലേ. മെയിൻ ആയിട്ടുള്ള അവരുടെ ഒരു ഫങ്ഷൻസ് എന്തെയാണ്, പ്ലാനിങ് വരുന്നുണ്ട്, ഓർഗനൈസിങ് വരുന്നുണ്ട്, സ്റ്റാഫിങ്, കൺട്രോളിങ്, ഇവാലുവേറ്റിംഗ്, ഡയറക്റ്റ്, ഇങ്ങനത്തെ ഇതെല്ലാം മെയിൻ ആയിട്ടുള്ള ഈ ഫങ്ഷൻസ് എല്ലാം രണ്ടിലും വരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടും തമ്മിൽ സിമിലാരിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മള് റിസോഴ്സ് മാനേജ്മെന്റ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്,
രണ്ടിലും ഹ്യൂമൻ റിസോഴ്സും മെറ്റീരിയൽ റിസോഴ്സും എല്ലാം ആവശ്യം വരുന്നുണ്ട്. പക്ഷെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ മെയിൻ ആയിട്ട് അവിടെ എന്താണ് ഫോക്കസ് ചെയ്യുന്നത് ഹ്യൂമൻ റിസോഴ്സ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പോയിന്റ്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഈസ് എ കോംപ്ലെക്സ് അഫെയർ. എന്തുകൊണ്ടായിരിക്കും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ കുറച്ച് കോംപ്ലെക്സ് ആണെന്ന് പറയുന്നത്? ഇതിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നില്ലേ? ഇപ്പൊ നമ്മള് സ്റ്റുഡൻസിന്റെ അടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റുഡൻസ് നീഡ്സ് വരും അല്ലെ, ലേണിംഗ് ഔട്ട്കംസ് വരും. ഇപ്പൊ നമ്മള് ടീച്ചേഴ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അവരുടെ സാലറീസ്, പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, ഇതൊക്കെയാണ് ഒരു ടീച്ചേഴ്സിന്റെ ഡിമാൻഡ് വരുന്നത്. അതേപോലെ തന്നെ പാരന്റ്സിനും അവരുടേതായിട്ടുള്ള എക്സ്പെക്ടേഷൻ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പൊ പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ വരും, പിന്നെ ഗവൺമെന്റ് പോളിസീസ്, അതേപോലെ തന്നെ കമ്മ്യൂണിറ്റി അല്ലെ, ഒരു കമ്മ്യൂണിറ്റിന്റെ ഇൻട്രസ്റ്റ്, ഇങ്ങനെ മൊത്തത്തിൽ എല്ലാം കവർ ചെയ്യുന്ന ഒരു പ്രോസസ്സും കൂടിയാണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞത്. അപ്പൊ അത്ര സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പൊ നമ്മൾ ഇവിടെയുള്ള ഹ്യൂമൻ റിസോഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസിന്റെ നീഡ്സ്, ടീച്ചേഴ്സിന്റെ ഡിമാൻഡ്സ്, പാരന്റ്സിന്റെ എക്സ്പെക്ടേഷൻ, ഗവൺമെന്റിന്റെ പോളിസീസ്, ഇത് മാത്രമല്ല വരുന്നത്. ഇതിന് പുറമെ നമുക്ക് എന്താണ് മാനേജിങ് ഹ്യൂമൻ ആൻഡ് മെറ്റീരിയൽ റിസോഴ്സ് അല്ലെ, ഹ്യൂമൻ റിസോഴ്സും അതേപോലെ തന്നെ മെറ്റീരിയൽ റിസോഴ്സും മാനേജ് ചെയ്യാന്നുള്ളൊരു പ്രോസസ്സും കൂടി അവിടെ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഹ്യൂമൻ സൈഡ് ആണെന്നുണ്ടെങ്കിൽ ടീച്ചേഴ്സ്, സ്റ്റുഡൻസ്, സ്റ്റാഫ് അല്ലെ, അവരുടെയൊക്കെ ഇമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യണം. ഇപ്പൊ മെറ്റീരിയൽ സൈഡ് വരികയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഇപ്പൊ ടെക്നോളജി, അതേമാതിരി അതിനൊക്കെ ആവശ്യം വരുന്ന ബഡ്ജറ്റ്, ഇതെല്ലാം ബാലൻസ് ചെയ്തുകൊണ്ട് പോകണം. ഇനിയിപ്പോ നമ്മളൊരു ചേഞ്ചസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു റാപ്പിഡ് ചേഞ്ച് ആണ് നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോ അതും നമ്മള് ലൈക്ക് ഇപ്പൊ ഒരു സൊസൈറ്റി ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഇൻക്ലൂഷൻ അല്ലെ, ഒരു ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ അവിടെ കൊണ്ടുവരണം. ഒരു മെന്റൽ അവയർനെസ് അവിടെ കൊടുക്കണം, മെന്റൽ ഹെൽത്ത് അവയർനെസ് കൊടുക്കണം. അതേപോലെ തന്നെ കുറച്ച് ചെറിയൊരു ഭാഗമായിട്ട് അവിടെ എന്താണ് ഒരു എക്കണോമിക് പ്രഷറും അവിടെ വരും. അപ്പൊ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ബാലൻസ് ചെയ്ത് കണ്ട് പോകണം. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു സിമ്പിൾ പ്രോസസ് അല്ല. ആക്ച്വലി അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് അല്ലേ. ഓക്കെ, ഇപ്പൊ നിങ്ങൾക്ക് നേച്ചർ ഓഫ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ക്ലിയർ ആണോ? ഓക്കെ, നിങ്ങൾക്ക് ഇപ്പോൾ എക്സാമിന് മീനിങ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ കൂട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ നേച്ചർ ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനും ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളിവിടെ ഓർത്തു വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് ഒരു സിംഗിൾ പ്രോസസ് അല്ല, അതിൽ ഒരുപാട് പ്രോസസ്സ് വരുന്നുണ്ട്, ലൈക്ക് പ്ലാനിങ്, ഓർഗനൈസിങ് എല്ലാം. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതിന്റെ മെയിൻ ബേസിക് ആയിട്ടുള്ള ഒരു ഗോൾ എന്ന് പറയുന്നത് ഇവിടെ ഒരിക്കലും പ്രോഫിറ്റ് മേക്കിംഗ് അല്ല. ആൻഡ് ദെൻ ഇവിടെ കൂടുതലും ഫോക്കസ് കൊടുക്കുന്നത് ഹ്യൂമൻ റിസോഴ്സിന് ആണ്. ഓക്കെ, ഓക്കെ, ദെൻ അടുത്ത ടോപ്പിക് വരുന്നത് എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ. So the first one, to provide proper education to students. മെയിൻ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഒരു ഒബ്ജക്റ്റീവ് എന്താണ്? അവർക്ക് പ്രോപ്പർ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ് അല്ലെ. അവിടെ ഒരു പ്രോപ്പർ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ്. നമ്മളിവിടെ ഗുഡ് എഡ്യൂക്കേഷൻ എന്നല്ല മീൻ ചെയ്യുന്നത്,
പൊതുവേ നമ്മൾ പ്രോപ്പർ എഡ്യൂക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഒരു ഒരു പ്രൈവറ്റ് സ്കൂൾ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമ്മൾ വിചാരിക്കുന്നതാണ് കൂടുതൽ ഫീ കൊടുക്കുന്നത് അല്ലെങ്കിൽ കൂടുതൽ ഫീ മേടിക്കുന്നത് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആണോ അവിടെ ആയിരിക്കും ഒരു ക്വാളിറ്റി എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതെന്നായിരിക്കും വിചാരിക്കുന്നത് അല്ലേ. പക്ഷെ ഇവിടെ എന്താണ്, ഇവിടെ ഗുഡ് എഡ്യൂക്കേഷൻ എന്നുകൊണ്ട് ഒരിക്കലും ഹൈ കോസ്റ്റ് എന്നല്ല മീൻ ചെയ്യുന്നത്. പകരം എന്താണ്, റൈറ്റ് ടൈപ്പ് ഓഫ് എഡ്യൂക്കേഷൻ ഫ്രം റൈറ്റ് ടൈപ്പ് ഓഫ് ടീച്ചേഴ്സ് വിത്ത് റീസണബിൾ കോസ്റ്റ്. ഓക്കെ, and then to ensure sufficient utilization of all resources. ഇവിടെ all resources എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്ത് all resources എത്ര ടൈപ്സ് റിസോഴ്സസ് വരുന്നുണ്ട്? യെസ്, 3 types റിസോഴ്സസ് ആണ്. ഏതൊക്കെയാണത്? യെസ്, ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട്, മെറ്റീരിയൽ റിസോഴ്സ് വരുന്നുണ്ട്, ഫൈനാൻഷ്യൽ റിസോഴ്സ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതിന്റെ എല്ലാം യൂട്ടിലൈസേഷൻ എൻഷുർ ചെയ്യാന്നുള്ളതാണ് അടുത്തൊരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. Then to ensure professional ethics and professional development among teachers. ഇപ്പൊ ടീച്ചേഴ്സിന്റെ കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അവർക്ക് പ്രൊഫഷണൽ ഒരു ഡെവലപ്മെന്റ് അവിടെ ആവശ്യമാണ് അല്ലേ. കാരണം നമ്മുടെ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു ഫീൽഡ് എന്ന് പറയുന്നത് ഡേ ബൈ ഡേ എന്താണ്, പ്രോഗ്രസ് വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ടീച്ചേഴ്സിനെ സംബന്ധിച്ചും ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ് അത്യാവശ്യമാണ്. അതേപോലെ തന്നെ അവരെന്താണ്, ഒരു പ്രൊഫഷണൽ എത്തിക്സ് അവരവിടെ കീപ്പ് ചെയ്യുകയും വേണം അല്ലെ. അതായത് ഇപ്പൊ ഒരു അവരുടേതായിട്ടുള്ള ഒരു എത്തിക്സ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റോടൊക്കെ എന്താ ഉദ്ദേശിക്കുന്നത്, അവർ ഹാർഡ് വർക്കിംഗ് ആയിരിക്കണം. അതേപോലെ തന്നെ അവർക്ക് ഒരു ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. ദെൻ കമ്മിറ്റ്മെന്റ് അല്ലെ, അവർ ചെയ്യുന്ന ജോലിനോട് അവർക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, ഡെഡിക്കേഷൻ ഉണ്ടായിരിക്കണം. അതേപോലെ എന്താ പറയാ, അവിടുത്തെ ഒരു ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് അവിടെ ഹാർഡ് വർക്കിങ്ങും ആയിരിക്കണം. The next point, to mobilize the community. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ആയിട്ടുള്ള ഒരു റിലേഷൻ എന്താണ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യണം, അത് ഇംപ്രൂവ് ചെയ്യണം. ഇവിടെ സ്റ്റുഡൻസ് വരും, ടീച്ചേഴ്സ് വരും, പാരൻസ് വരും, എല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടല്ലോ. അതായത് മൊത്തത്തിലൊരു സൊസൈറ്റി തന്നെ ഇവിടെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, അത് ഇംപ്രൂവ് ചെയ്യുക അല്ലേ. ഓക്കെ, ദെൻ to organize a variety of co-curricular activities അല്ലെ. കരിക്കുലർ ആക്ടിവിറ്റീസ് മാത്രമല്ല, അതിന് പുറമേ ഉള്ള ആക്ടിവിറ്റീസും എല്ലാം അവിടെ ഓർഗനൈസ് ചെയ്യണം ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ. കാരണം നമുക്കറിയാം കുട്ടികളുടെ സ്കില്ലെല്ലാം ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ എല്ലാ തലത്തിലുള്ള സ്കില്ലും അവിടെ ഡെവലപ്പ് ചെയ്യണം. ആൻഡ് ദെൻ നെക്സ്റ്റ് പോയിന്റ്, ടു ഗെറ്റ് ദ വർക്ക് ഡൺ. ഇവിടെ ഗെറ്റ് ദ വർക്ക് ഡൺ എന്നോട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അഡ്മിനിസ്ട്രേഷന്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്താണ്, വളരെ എഫക്റ്റീവായിട്ടും അല്ലെങ്കിൽ എന്താ പറയാ എഫിഷ്യൻ്റ്ലി എന്ത് പ്രോസസ്സാണോ അവിടെ നമ്മൾ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എന്താണോ ഫങ്ഷൻ ചെയ്യേണ്ടത് അത് ചെയ്യാന്നുള്ളതാണ് അല്ലേ. ഗെറ്റ് ദ വർക്ക് ഡൺ എഫക്റ്റീവ്ലി, എഫിഷ്യൻ്റ്ലി, വിത്ത് സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ഓക്കെ, ദെൻ നെക്സ്റ്റ് പോയിന്റ്, ടു എൻഷുർ ക്വാളിറ്റേറ്റീവ് ഇംപ്രൂവ്മെന്റ് ഓഫ് എഡ്യൂക്കേഷൻ അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് അവിടെ എഡ്യൂക്കേഷൻ അതിന്റെ ക്വാളിറ്റിയിലും ഇംപ്രൂവ്മെന്റ് ഉണ്ടായിരിക്കണം. അതെങ്ങനെയാണ് ഉണ്ടാവുക, നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ എന്താ പറയാ മോണിറ്റർ ചെയ്യണം അല്ലെ. അതേമാതിരി നമ്മൾ റെഗുലർ ആയിട്ട് നമ്മൾ അവിടെ ഗൈഡൻസ് കൊടുക്കണം. നമ്മളെ ടീച്ചേഴ്സിന് നമ്മളെ ഒരു റെഗുലർ ആയിട്ടുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു ഗൈഡൻസ് കൊടുക്കുമ്പോഴാണ് ആക്ച്വലി എന്താണ് അവരുടെ ടീച്ചിങ്ങിലും ആ ഒരു ക്വാളിറ്റി അവിടെ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റുക അല്ലെ. ആ ഒരു ക്വാളിറ്റി ഓഫ് ടീച്ചിങ് നമുക്ക് അവിടെ എൻഷുർ ചെയ്യാൻ പറ്റുക. അങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് നമ്മളെ മോണിറ്റർ ചെയ്തിരിക്കണം.
Okay, so next, scope of educational administration. The education administration includes all the levels of education in its jurisdiction. ഇവിടെ all levels എന്നുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിച്ചത്? all levels of education. ഡിഫറെന്റ് ലെവൽസ് ആയിട്ടല്ലേ എഡ്യൂക്കേഷൻ വരുന്നത്. ഫോർ എക്സാമ്പിൾ പ്രീ പ്രൈമറി, അല്ലെങ്കിൽ നമുക്കതിനെ പ്രീ സ്കൂൾ എഡ്യൂക്കേഷൻ എന്ന് പറയാം അല്ലെ. ഒരു പ്രീ പ്രൈമറി എന്ന് പറയുന്നത് ഒരു ലെവൽ ഓഫ് എഡ്യൂക്കേഷൻ ആണ്. പിന്നെ ഏതൊക്കെ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻസ് ആണ് വരുന്നത്? ഫോർ എക്സാമ്പിൾ പ്രീ പ്രൈമറി, ദെൻ സെക്കൻഡറി, ഹയർ എഡ്യൂക്കേഷൻ. ഓക്കെ, അതായത് പ്രീ പ്രൈമറി വരും, അതിന് തൊട്ട് മേലെയായിട്ട് പിന്നെ എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്താണ്? പ്രൈമറി എഡ്യൂക്കേഷൻ വരും അല്ലേ. അല്ലെങ്കിൽ നമ്മൾ എലിമെന്ററി എഡ്യൂക്കേഷൻ എന്ന് പറയും. സെക്കൻഡറി എഡ്യൂക്കേഷൻ വരും, ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ വരും, ഹയർ സെക്കൻഡറി വരും, ദെൻ ഹയർ എഡ്യൂക്കേഷൻ വരും. ഓക്കെ, ഇതൊക്കെയാണ് ഓൾ ലെവൽസ് ഓഫ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇവിടെ എല്ലാം എന്താ പറയുക, എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് കാര്യമായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ടല്ലോ. And then it covers all forms of education. ഇവിടെ all forms of education എന്തായിരിക്കും? ഇപ്പൊ ഒരു ഫോം ഓഫ് എഡ്യൂക്കേഷൻ പറയാന്നുണ്ടെങ്കിൽ ഇപ്പൊ ഫോർമൽ എഡ്യൂക്കേഷൻ വരും, നോൺ ഫോർമൽ എഡ്യൂക്കേഷൻ വരും, ജനറൽ എഡ്യൂക്കേഷൻ വരും, ദെൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കേട്ടിട്ടില്ലേ? യെസ്, ഓക്കെ. അപ്പോ ഇവിടെ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ ആയിട്ട് നമുക്ക് എന്താണ്? ഫോർമൽ എഡ്യൂക്കേഷന്, നോൺ ഫോർമൽ എഡ്യൂക്കേഷന്, ജനറൽ എഡ്യൂക്കേഷന്, വൊക്കേഷണൽ എഡ്യൂക്കേഷന്, സ്പെഷ്യൽ എഡ്യൂക്കേഷന്, ടീച്ചർ എഡ്യൂക്കേഷൻ, ദെൻ ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ വരും അല്ലെ. ഒന്നിൽ കൂടുതൽ ഫോംസ് ഓഫ് എഡ്യൂക്കേഷൻ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ വരും. അതേപോലെ തന്നെ ടെക്നിക്കൽ ആൻഡ് പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ വരും, ലൈക്ക് എഞ്ചിനീയറിംഗ്, മെഡിക്കൽ, ദെൻ MBA. പിന്നെ അടുത്തൊരു കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ വരും. ഓക്കെ, അപ്പൊ ഈ എല്ലാ ലെവൽസിലും, അതിപ്പോ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ടീച്ചർ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ടെക്നിക്കൽ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, ഇങ്ങനെ എല്ലാ ഫോംസ് ഓഫ് എഡ്യൂക്കേഷനിലും എന്താണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമ്മൾ അപ്ലൈ ചെയ്യൂലേ. അപ്പൊ അവിടെയും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ഒരു സ്കോപ്പ് വരുന്നുണ്ടല്ലോ. ഓക്കെ, and then education administration covers different process. Okay, education administration different process cover ചെയ്യുന്നു പറയുന്നത്. ഏതൊക്കെയാണ് ആ ഡിഫറെന്റ് പ്രോസസ് വരുന്നത്? പ്ലാനിങ്, ഓർഗനൈസിംഗ്, യെസ്, പ്ലാനിങ് വരും, ഓർഗനൈസിംഗ് വരും, കോർഡിനേറ്റിംഗ് വരും, വാല്യുവേഷൻ, യെസ് യെസ്, കൺട്രോളിംഗ് വരും, കമ്മ്യൂണിക്കേറ്റിംഗ്, സോറി ഇപ്പൊ ലാസ്റ്റ് ആരോ എന്തോ പറഞ്ഞല്ലോ. ആ അതെ അതെ, അതെ അതെ, ഇതൊക്കെയാണ് ഡിഫറെന്റ് പ്രോസസ്സ് വരുന്നത് കേട്ടോ. ഈ ഡിഫറെന്റ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അവിടെ കൺഫ്യൂസ്ഡ് ആവരുത്. നമുക്ക് ആകെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇതിൽ പഠിക്കാനുള്ളത് ഈ പ്ലാനിങ്, ഓർഗനൈസിങ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ്. ഓക്കെ, ആൻഡ് ദെൻ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ടേക്ക് പ്ലേസ് അറ്റ് വേരിയസ് ലെവൽസ്. ഇവിടെ ലെവൽസ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്?
സെൻട്രൽ ലെവൽ ഉണ്ടാവും. ദെൻ എഡ്യൂക്കേഷൻ അതെ, സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് ലെവൽ, ദെൻ തൊട്ട് തായോട്ട് ഇങ്ങനെ വന്നാൽ മതി. സെൻട്രൽ ലെവൽ, സ്റ്റേറ്റ് കഴിഞ്ഞ് പിന്നെ എന്താണ് ഡിസ്ട്രിക്ട്, പിന്നെ ബ്ലോക്ക് ലെവൽ വരും, പിന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ലെവൽ അല്ലെ, അതായത് ഒരു സ്കൂൾ ലെവൽസ് വരും. ഓക്കെ, ഇവെല്ലാം കൂടിയിട്ടല്ലേ ഒരു എന്താ പറയാ എഡ്യൂക്കേഷണൽ ഒരു സെറ്റപ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ ഇവിടെ എല്ലാം സോറി എടാ എന്നോട് പറയാണ്. Okay, so education administration take place at various levels. Yeah, which are the central level, state level, district level, block level, and institutional level. Okay. ഇത്ര നിങ്ങൾക്ക് ക്ലിയർ ആണോ? ഓക്കെ, ഇനി അടുത്തത് വരുന്നത് സ്കോപ്പ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ അറ്റ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ. അതൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിലായിട്ട് വരുമ്പോൾ എന്താണ്, നമ്മളിപ്പോ പറഞ്ഞല്ലോ ഡിഫറെന്റ് കൈൻഡ് ഓഫ് ലെവൽസ് നമ്മൾ പറഞ്ഞു. സെൻട്രൽ ലെവൽ പറഞ്ഞു, സ്റ്റേറ്റ് ലെവൽ പറഞ്ഞു, ഡിസ്ട്രിക്ട് ലെവൽ പറഞ്ഞു, ബ്ലോക്ക് ലെവൽ പറഞ്ഞു, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ പറഞ്ഞു അല്ലെ. അപ്പൊ നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ ആണല്ലോ. അപ്പൊ അവിടെ വരുന്ന അതിന്റെ ഒരു സ്കോപ്പ് എന്താണ്, ഡിസൈഡിങ് ദ പർപ്പസ് ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓർ സ്കൂൾ. ഓക്കെ, ആൻഡ് ദെൻ planning for academic or curricular and co-curricular activities, preparing the timetable and the time schedule for various activities, then assigning duties and responsibilities to the staff members, and then organize curricular activities, and then motivating staff and directing the staff and coordinating, and then controlling. ഓക്കെ, ഇതൊക്കെ നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ വരുന്നതല്ലേ. വളരെ മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ വരെ ഉണ്ട് അല്ലേ. ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ടൈം ഷെഡ്യൂള്. ഓക്കെ, പിന്നെ ഒരു അക്കാഡമിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്, കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ്, വളരെ ബേസിക് ആയിട്ട് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു പർപ്പസ് അല്ലെങ്കിൽ ആ ഒരു പ്രോഗ്രാമിന്റെ ആ ഒരു പർപ്പസ് എന്താണ്, ആ പർപ്പസ് ഓഫ് പ്രോഗ്രാം അത് ഡിസൈഡ് ചെയ്യുന്നത്. ഇങ്ങനെ എല്ലാ സിറ്റുവേഷനിലും നമുക്ക് എന്താണ് ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് അത്യാവശ്യമാണ്. ഓക്കെ, അത് ബാലൻസ് ചെയ്ത് പോകാൻ അല്ലെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ നമുക്ക് അത്യാവശ്യമാണ്. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഈ മാനേജ്മെന്റ് എന്ന് പറയുന്നത് പോലും എന്താണ്, അഡ്മിനിസ്ട്രേഷന്റെ അണ്ടറിൽ വരുന്നതാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു പാർട്ടാണ് അല്ലേ. ആ ഒരു ടോപ്പ് ലെവല് ആൻഡ് ദെൻ മിഡിൽ അല്ലെങ്കിൽ ലോവർ ലെവല്, ഇങ്ങനെ ആ ഒരു ഘട്ടമായിട്ട് വരുന്നതാണ് ആ ഒരു അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എല്ലായിടത്തും എന്താണ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന് കാര്യമായിട്ടുള്ള ഒരു സ്കോപ്പ് ഉണ്ട്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് വരുന്നത്, എന്തൊക്കെ കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെ. അവിടെ രജിസ്റ്റർ അല്ലെ, രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യണം, റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യണം, ആൻഡ് ദെൻ ഡിസിപ്ലിൻ, ഓർഡർ, ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകണം. അതേപോലെ തന്നെ അല്ലെ ഫൈനാൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മെറ്റീരിയൽസ് എല്ലാം അവിടെ മാനേജ് ചെയ്യണം. നമ്മൾ മാനേജ്മെന്റ് പഠിച്ച ടൈമിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ,
മാനേജിങ് മെറ്റീരിയൽസ്, ഫൈനാൻസ്, ഹ്യൂമൻ റിസോഴ്സ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് വരും. അതുകൊണ്ട് ഇവിടെയൊക്കെ അഡ്മിനിസ്ട്രേഷന് നല്ല സ്കോപ്പ് ഉള്ളതാണ്. Okay, then maintaining human relationship and giving feedback to the teachers. Okay, ഇനി അടുത്ത ടോപ്പിക് വരുന്നത് ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ്. ശരിക്കും എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ആ ഒരു പ്രോസസ് തന്നെയാണല്ലോ ഫങ്ഷൻസ് അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? പ്ലാനിങ്, ഓർഗനൈസിങ്, ഡിറക്റ്റിംഗ്, കോർഡിനേറ്റിംഗ്, കൺട്രോളിംഗ് ആൻഡ് ഇവാലുവേറ്റിംഗ്. ഇവിടെ ഇപ്പൊ ഒരു എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ പ്ലാനിങ് കൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കണേ? ആ ഒരു ഫസ്റ്റ് ഫങ്ഷൻ പ്ലാനിങ്. ഒബ്ജക്റ്റീവ്സ് ഒക്കെ സെറ്റ് ചെയ്യാം അല്ലെ? സെറ്റിംഗ് ഒബ്ജക്റ്റീവ്സ്. അല്ലെ? ആദ്യം എന്ത് ചെയ്യണം, ദെൻ അടുത്തത് എന്ത് ചെയ്യണം, ഇങ്ങനെ കുറച്ച് പ്ലാൻ എല്ലാം നമ്മള് ഒരു ഔട്ട്ലൈൻ തയ്യാറാക്കണം അല്ലെ? ഇതൊക്കെയാണ് ഒരു പ്ലാനിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത്. ആൻഡ് ദെൻ ഓർഗനൈസിങ് വരുമ്പോ അവിടെ എന്തൊക്കെ ഓർഗനൈസ് ചെയ്യണം? ടീച്ചേഴ്സിന്റെ കാര്യം എന്നുണ്ടെങ്കിൽ അവരെന്താണ് അസൈൻ ചെയ്ത് കൊടുക്കണം അല്ലേ? ഓരോ ക്ലാസ് റൂമിലോട്ട് ഇന്ന ടീച്ചേഴ്സ് അസൈൻ ചെയ്യണം. അപ്പൊ അവരുടെ ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് അതെല്ലാം ഓർഗനൈസ് ചെയ്യണം. അതേപോലെ തന്നെ ഇപ്പൊ എന്താ പറയാ, ഒരു ഇൻഫ്രാസ്ട്രക്ചർ അങ്ങനത്തെ ഐറ്റംസിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് അവിടെ പ്രൊവൈഡ് ചെയ്യണം. ഇതിന്റെ ഒരു ഓർഗനൈസേഷൻ വരും. ഇതെല്ലാം എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷനിൽ വരുന്ന ഒരു ഫങ്ഷൻ ആണ്. ഓക്കെ, സോ ഇനി അടുത്തത് ഇവിടെ ഒരു ഡിറക്ഷൻ എന്നുകൊണ്ട് എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? അവർക്ക് ആവശ്യമുള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക അല്ലെ? അല്ലെ? മോട്ടിവേഷൻ കൊടുക്കുക, എന്താ പറയാ, ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, മോണിറ്ററിങ്, ഇതെല്ലാം ഇവിടെ ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? കൺട്രോളിങ് അല്ലെ? നമ്മളിപ്പോ ഈ പറഞ്ഞ ഓരോ ഫങ്ഷൻസും ഓരോ എന്താ പറയാ സെക്ഷൻസിൽ നമ്മൾ കൊടുത്തിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഇതെല്ലാം മൊത്തത്തിലുള്ള ഒരു മോണിറ്ററിങ്, അതാണ് ഒരു കൺട്രോളിങ്ങിന്റെ അണ്ടറിൽ വരുന്നത്. ദെൻ കോർഡിനേഷൻ. ഇവിടെ നമുക്കറിയാം ഇവിടെ റിസോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്, പേഴ്സൺസ്, അതായത് ഹ്യൂമൻ റിസോഴ്സ് വരുന്നുണ്ട്, മെറ്റീരിയൽ റിസോഴ്സ് വരുന്നുണ്ട്, ഫൈനാൻഷ്യൽ റിസോഴ്സ്, ഇതെല്ലാത്തിന്റെ ഒരു കോർഡിനേഷൻ അവിടെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷന്റെ മെയിൻ ഫങ്ഷൻ ആണ്. അടുത്തൊരു ഫങ്ഷൻ വരുന്ന എന്താണ്? ഇവാലുവേഷൻ ആണ് അല്ലെ? അവിടെ കൃത്യമായിട്ട് അവിടുത്തെ ഒരു പ്രോഗ്രസ് ഇവാലുവേറ്റ് ചെയ്യണം. അതേപോലെ തന്നെ പെർഫോമൻസ്. അപ്പൊ ടീച്ചേഴ്സിന്റെ ആവാം അല്ലെ, അവിടുത്തെ സ്റ്റാഫിന്റെ ആവാം, സ്റ്റുഡൻസിന്റെ ഔട്ട്കം ആവാം. ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം. അപ്പൊ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും എന്താ പറയാ ഫങ്ഷൻസ് ഓഫ് എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഇത്ര ക്ലിയർ ആണോ? ഓക്കെ, സോ ഇനി അടുത്ത ടോപ്പിക് വരുന്നത് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും. പിന്നെ ഇതുവരെ ക്ലാസ് എടുത്ത ടൈമിൽ ഇപ്പൊ എഡ്യൂക്കേഷൻ അഡ്മിനിസ്ട്രേഷൻ ആണ് നമ്മൾ എടുക്കുന്നെങ്കിൽ പോലും അതിന്റെ കൂടെ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും കൂടി അവിടെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ടാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്.
അപ്പൊ ഈ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും തമ്മിലുള്ള ഒരു സിമിലാരിറ്റീസ് എന്തൊക്കെയായിരിക്കും? നേരത്തെ നമ്മൾ എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും ജനറൽ അഡ്മിനിസ്ട്രേഷനും തമ്മിൽ പറഞ്ഞു. പക്ഷെ ഇവിടെ എന്ന് പറയുമ്പോൾ ഒന്ന് മാനേജ്മെന്റ് ആണ്, ഒന്ന് അഡ്മിനിസ്ട്രേഷൻ ആണ്. എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ്. എന്താണ് സിമിലാരിറ്റീസ് വരുന്നത്? രണ്ടും ഗോൾ ഓറിയന്റഡ് അല്ലേ? രണ്ടിലും ഗോൾ ഓറിയന്റഡ് അപ്രോച്ച് അല്ലേ? അഡ്മിനിസ്ട്രേഷൻ ആവുമ്പോൾ എന്താണ്, അവിടെ കുറച്ച് പോളിസി അല്ലെ, അല്ലെങ്കിൽ റൂൾസ് റെഗുലേഷൻസ് ഒക്കെ അവിടെ സെറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ മാനേജ്മെന്റ് ആവുമ്പോൾ എന്താണ്, ആ പ്ലാൻസിനെ അവിടെ എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ രണ്ടിലും ഒരു കോമൺ ആയിട്ടുള്ളത് എന്താണ്, ഒരു സിമിലാരിറ്റി എന്താണ്, രണ്ടും ഗോൾ ഓറിയന്റഡ് ആണ്. അതിപ്പോ എഡ്യൂക്കേഷണൽ മാനേജ്മെന്റ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ആയിക്കോട്ടെ. എഡ്യൂക്കേഷൻ മാനേജ്മെന്റിന്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രോസസ് അല്ലെങ്കിൽ ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ്? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലാനിങ്ങും ഓർഗനൈസിങ്ങും ഇവാലുവേറ്റിംഗ് കമ്മ്യൂണിക്കേറ്റ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ലെ. പക്ഷെ ഇതെല്ലാം എന്താണ്, എഡ്യൂക്കേഷൻ. ഞാൻ PPT ചേഞ്ച് ചെയ്തില്ല, നിങ്ങളോട് ചോദിക്കുകയാണ് ആക്ച്വലി. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞു, രണ്ടിലും ഗോൾ ഓറിയന്റഡ് ആണ്. പിന്നെ എന്തൊക്കെയായിരിക്കും സിമിലാരിറ്റീസ് വരിക? എഡ്യൂക്കേഷണൽ മാനേജ്മെന്റും എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷനും. ഇത് രണ്ടും നിങ്ങൾക്ക് പറയാൻ പറ്റി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഓക്കെ ആണ് എന്നാണ്. രണ്ടിലും ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് വരുന്നില്ലേ? ഇപ്പൊ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അവിടെ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട്? സ്കൂൾ ബോർഡ് അല്ലേ, അവിടെ കുറച്ച് പോളിസീസ് സെറ്റ് ചെയ്യുന്നു. ഇപ്പൊ മാനേജേഴ്സ് അല്ലെങ്കിൽ ഇപ്പോ മാനേജ്മെന്റിന്റെ ഒരു കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ, അത് ഇംപ്ലിമെന്റ് ചെയ്യാണ് അവിടെ. നിങ്ങൾ പറയൂ സിമിലാരിറ്റീസ് എന്തൊക്കെയാണ് വരുന്നത് എന്നല്ലേ. രണ്ടിലും ഒരു സ്ട്രക്ചർ വരുന്നില്ലേ, ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചർ വരുന്നില്ലേ? ഒരു ഡയറക്ടർ, മാനേജർ, സ്റ്റാഫ് ഇങ്ങനെ ഒരു സ്ട്രക്ചർ വരുന്നില്ലേ? ഇപ്പൊ പ്ലാനിങ്ങിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിലോ രണ്ടിലും പ്ലാനിങ്ങും കോർഡിനേഷനും വരുന്നുണ്ട്. അഡ്മിനിസ്ട്രേഷന്റെ കാര്യം വരുമ്പോൾ അതെന്താണ്, അവിടെ ഒരു ലോങ് ടേം ആയിരിക്കും. മാനേജ്മെന്റിന്റെ ആവുമ്പോൾ എന്താണ്, അത് ഷോർട്ട് ടേം ആയിരിക്കും. മാനേജ്മെന്റ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത് ഷോർട്ട് ടേം പ്ലാൻസ് ആയിരിക്കും. അഡ്മിനിസ്ട്രേഷൻ ആവുമ്പോൾ ലോങ് ടേം ആയിരിക്കും. ഓക്കെ, ഇനി പറഞ്ഞേ എന്തൊക്കെയാണ് സിമിലാരിറ്റീസ്?
നിങ്ങൾ ഈ സ്ക്രീനിൽ നോക്കി പറഞ്ഞാലും നോ പ്രോബ്ലം. Both are goal oriented. രണ്ടിലും പ്ലാനിങ്ങും കോർഡിനേഷൻ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. Both are adaptable to change. ഇവിടെ അതായത് അഡ്മിനിസ്ട്രേഷൻ മാനേജ്മെന്റിലും ഫങ്ഷൻസ് ഒക്കെ സെയിം ആണ്. പക്ഷെ ലെവൽസിന്റെ വേരിയേഷൻ കാരണം അതായത് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ടോപ്പ് ലെവലിലാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വേരിയേഷൻസ് ഉണ്ട്. അങ്ങനെയല്ലേ സംഭവം? ഓക്കേടാ, വെരി ഗുഡ്. ആക്ച്വലി ഇപ്പൊ ഇയാള് പറഞ്ഞത് ശരിക്കും ഒരു കൺക്ലൂഷൻ ആണ്. ഇവിടെ ഇത്രയും മനസ്സിലാക്കാനുള്ളൂ. ഇവിടെ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ ആ ഒരു മൊത്തത്തിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മാനേജ്മെന്റിൽ വരുന്നതെല്ലാം അഡ്മിനിസ്ട്രേഷനിൽ വരും. ഓക്കെ, പക്ഷെ മാനേജ്മെന്റിന്റെ അതിൽ ഓരോ സെക്ഷൻസും കൺട്രോൾ ചെയ്യുന്ന രീതിയിലാണ് അഡ്മിനിസ്ട്രേഷന് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്ര ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഇതിൽ ലാസ്റ്റ് ഫാത്തിമ പറഞ്ഞതാണ് കറക്റ്റ് പോയിന്റ്.